തണുപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ശരീരം വേദനയും നടുവേദന അതുപോലെ നീർക്കെട്ടലൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പണ്ട് കാലത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു നാടൻ വീട്ടുമരുന്നുണ്ട്. അതിന് പഴയ കാലങ്ങളിൽ ഉലുവാപ്പാൽ എന്നാണ് പേര് പറഞ്ഞിരുന്നത്. ഇതുപോലെ 1/2 ഗ്ലാസ് വീതം ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് കുടിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഈ നാടൻ വീട്ടുമരുന്ന് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഉലുവപ്പാൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അതിൻ്റെ അകത്ത് മെയിൻ ചേരുവ അല്ലെങ്കിൽ പ്രധാന ചേരുവ ഉലുവ തന്നെയാണ്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും കുതിർക്കണം. ഓവർനൈറ്റ് കുതിർത്താലും ഏറ്റവും നല്ലതാണ്. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് ഇന്നലെ രാത്രി തന്നെ 3-4 പ്രാവശ്യം കഴുകി കുതിരാൻ വെച്ചതാണ്. ഇപ്പോൾ ഒരു 10-12 മണിക്കൂർ ഇത് കുതിർന്നിട്ടുണ്ട്. ഇത് നമ്മൾ അവസാനം ഒഴിക്കുന്ന ഈ വെള്ളം കളയരുത്. ഈ ഉലുവ ഇപ്പം നന്നായിട്ട് കുതിർത്ത് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഉലുവ ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഉലുവ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. 4 വിസിൽ കേൾക്കണം. അതിൽ 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും. 4 വിസിൽ കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിരുന്നാണ്. പിന്നെ അത് ചൂടാറി കഴിഞ്ഞതേ പ്രഷറെല്ലാം പോയി കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഉലുവ വെന്തിട്ടുണ്ട്, ജീരക ഉലുവയും ഒക്കെ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനകത്തുള്ള ഈ വെള്ളത്തോടു കൂടി തന്നെ അരച്ചെടുക്കണം. ഇത് നമുക്ക് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇപ്പം അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് 1.25 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. 1 കപ്പ് തേങ്ങയിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2ാം പാല്. അത് കുറേശ്ശെ ചേർത്തത് ഇതുപോലെ ഇളക്കി. കട്ടയൊന്നുമില്ല, എന്നാലും അത് നല്ല കൊഴുപ്പുള്ളതാണല്ലോ ഈ ഉലുവ അരച്ച് വരുമ്പം. അതൊന്ന് ലൂസാക്കി എടുക്കണം. ഒന്നിച്ച് നമ്മൾ ഈ പാൽ മുഴുവൻ ഒഴിച്ചാൽ പെട്ടെന്ന് ലൂസായി കിട്ടാനായിട്ട് പാടാണ്. ബാക്കി മുഴുവൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിന് മധുരത്തിന് ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. ഇത് 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തത്. ഞാൻ ഇച്ചിരി കട്ടിയിലാണിത് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ 200 ഗ്രാം ശർക്കര കൊണ്ട് സാമാന്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇത്രയും മധുരം വേണമെങ്കിൽ ശർക്കര കുറച്ചെടുക്കുക. ഇത് ഇങ്ങനെ തവി കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് കട്ടയെല്ലാം ഉടഞ്ഞു വരും. ഇനി അങ്ങനെ കട്ട ഉടഞ്ഞു വരുന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്നോടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇപ്പം എന്തേ നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള ഉപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്.
നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് ചൂടായി വരണം, ഒത്തിരി അങ്ങ് തിളച്ചു പോകണ്ട. ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കൈ എടുക്കരുത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇത്രയും കട്ടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മളത് മിക്സ് ചെയ്ത് തന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് തിളച്ചു പോകണ്ട, നന്നായിട്ട് ചൂടായാവുന്ന മതി. കൊണ്ട് ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ചേർക്കണം. ഒന്നാം പാല് ചേർക്കാം. നല്ല കട്ടിയുള്ള കുറുകിയ ഒന്നാം പാലാണ്. ഒന്നാം പാല് ചേർക്കുമ്പോൾ തീ അല്പം കുറച്ചിട്ട് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് ഒന്നാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ഒത്തിരി ചൂടായി പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. നമ്മുടെ ഉലുവാപ്പാല് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് 1/2 ഗ്ലാസ് വീതം ഒരു നേരം കഴിച്ചാൽ മതി. ഈ അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മുതിർന്നവർക്കുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇതിന്റെ പകുതിയെ കൊടുക്കാവുള്ളൂ. ഇത് വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാൻ പറ്റിയതാണ്. ഇനിയിപ്പം രോഗങ്ങളൊന്നും ഇല്ലേലും ഇത് കുടിച്ചാൽ വളരെ ആശ്വാസമാണ്. സാധാരണ ഒരുവിധപ്പെട്ട രോഗങ്ങളെല്ലാം അതോടുകൂടി മാറിക്കിട്ടും. ഇനി അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറാതെ വന്നെങ്കിൽ പിന്നത്തെ ആഴ്ചയിൽ 1 പ്രാവശ്യം കൂടി ഇതുപോലെ ഉണ്ടാക്കി 2 പ്രാവശ്യം കുടിക്കുക. തീർച്ചയായിട്ടും ഈ വക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും, ഉറപ്പാണ്. ഇത് ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. എന്നാലും ഏറ്റവും ഫലപ്രദമായത് കർക്കിടക മാസത്തിലാണ്. കാരണം തണുപ്പും മഴയൊക്കെയുള്ള സമയമാണല്ലോ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. നിങ്ങൾ ഇത് മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ഇത് ഷെയർ ചെയ്ത് വെക്കുകയും വേണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള പുതിയതും പഴയതുമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.